ഞങ്ങളുടെ മെത്രാൻ കുറിച്ചി പെരിയവരല്ല, ചിങ്ങവനം പെരിയവർ. കഞ്ഞിക്കുഴി മൂപ്പന്റെയും കുറിച്ചി പെരിയവരുടെയും കുണ്ഠിതങ്ങൾ എന്ന തലക്കെട്ടോടെ ഇന്നലെ ഞങ്ങൾ ഒരു വാർത്ത നൽകിയിരുന്നു. ഇത് കണ്ട് ചിങ്ങവനത്തു നിന്നും ഒരു ജ്ഞാനായ അച്ചായൻ എന്നെ വിളിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞങ്ങളുടെ മെത്രാച്ചന്റെ ആസ്ഥാനം കുറിച്ചിയല്ല ചിങ്ങവനമാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹം ചിങ്ങവനം പെരിയവരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അച്ചായ, മാപ്പാക്കണം. ചിങ്ങവനം പെരിയവരെങ്കിൽ ചിങ്ങവനം പെരിയവർ. എവിടുത്തെ പെരിയവരാണെങ്കിലും എനിക്ക് യാതൊരു കുഴപ്പവുമില്ല എന്ന് അറിയിച്ചു കൊള്ളട്ടെ. അതുപോലെ മെത്രാനെ കൊണ്ട് ചുടിചോറ് വാരിക്കുന്നതും ഈ ഉടായ്പകളെല്ലാം ചെയ്യിക്കുന്നതും സഭാ സെക്രട്ടറിയാണെന്ന് ജെയിംസ് മാത്യു എന്ന ഈ സഭാംഗം പറയുന്നത് കേൾക്കുക. ഞാനായ യാക്കോബായ സഭാംഗമായ ജെയിംസ് മാത്യുവിന്റെ വാക്കുകളിലേക്ക്. ഞാൻ ചിങ്ങവനത്തു നിന്നാണ് വിളിക്കുന്നത്. ജെയിംസ് മാത്യു ഇന്നലെ അതിനകത്ത് എഴുതി ഞാൻ കണ്ടല്ലോ, കുറിച്ചി പെരിയവർ എന്ന് എഴുതിയിരിക്കുന്നത്. പുള്ളി കുറിച്ചിയിലല്ല ഇരിക്കുന്നത്, പക്ക ചിങ്ങവനത്തായിരിക്കുന്നത്. ചിങ്ങനം അല്ലേ? അതായത് കുറിച്ചിയും ചിങ്ങവനവും ഞാനും ഒരു ജ്ഞാനാക്കാരനാണ്. രണ്ട് പ്രദേശവും മുട്ടിമുട്ടിയിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പുറം. അപ്പൊ ഇത് പക്ക ചിങ്ങവനത്താണ് പുള്ളി ഇരിക്കുന്നത്. കുറിച്ചിക്കാർക്ക് അത് നാണക്കേടുണ്ടാക്കുവോ? അതല്ല ഒന്നുകൂടെ എല്ലാവർക്കും അറിയപ്പെടുന്ന ചിങ്ങവനമാണ്. ഞങ്ങളുടെ ആളുകൾക്ക് മുഴുവൻ നല്ലത്. ഞാനും പുള്ളിയോട് വലിയ സ്നേഹിച്ചു. എനിക്കിപ്പം പുള്ളിയോട് വലിയ താല്പര്യം. പുള്ളി ഇതിന് അന്ത്യോക്യക്ക് എതിരായിട്ട് നമുക്ക് വലിയ താല്പര്യമില്ല പുള്ളിയോടിപ്പം. പുള്ളി നമ്മൾ കൊണ്ട് നടന്ന അതുകൊണ്ടാണ് പറഞ്ഞു. അപ്പം അത് വായിച്ചപ്പം നമുക്കൊരു രസം പോലെ തോന്നി. പക്ഷേ അത് കുറിച്ചിയല്ല എന്ന് പറയണമെന്ന് വിചാരിച്ചുകൊണ്ട് ഏതായാലും പച്ചയോടെ എഴുതുന്നുണ്ടല്ലോ, അത് വളരെ സന്തോഷമുണ്ട്. അതെല്ലാം മറ്റവരുടെ കഞ്ഞിക്കുഴിയുടെ ഒക്കെ എഴുതുന്നുണ്ടല്ലോ. പാത്രിയാർക്കീസിനെതിരെ തിരിഞ്ഞതോടെ ഇയാളുടെ ഒരു അവസ്ഥ എന്താ ഇപ്പൊ ശരിക്കും സേവേറിയസിന്റെ? സത്യം പറയണ അയാൾ കിടന്ന് ഒരുപാരി പുള്ളിക്കും കഞ്ഞിക്കുഴിക്കും ഇവർക്ക് രണ്ടുപേർക്കല്ലേ പോകാൻ ഭാഗ്യം കിട്ടാഞ്ഞ. അത് അവരുടെ തന്നെ കയ്യിലിരിപ്പുണ്ടല്ലേ. ഈ പുള്ളി ഞങ്ങളുടെ നശിപ്പിച്ച മുഴുവൻ ഞങ്ങളുടെ സെക്രട്ടറിയാ. എന്താ ചെയ്യാൻ? സെക്രട്ടറി രാജ്യം ഭയങ്കര എതിരാളിയാണ് വരും. സേവരസിന്റെ എതിരാളിയാ. സേവര് നേരത്തെ ഈ പുള്ളിക്കാരൻ ചേട്ടന് വേണ്ടിയാണ്. ചേട്ടനാണ് ടിഒ ഏബ്രഹാം സെക്രട്ടറി. പുള്ളിയുടെ വലയിൽ അങ്ങ് പുള്ളി വീണുപോയി. ശരിക്കും തട്ടിപ്പ് നടത്തുന്നുണ്ടോ? തട്ടിപ്പെന്ന് പറഞ്ഞാൽ അവൻ ഒത്തിരി ഞങ്ങളുടെ സമുദായത്തില് ഈ തോട്ടക്കാട്ടൊരു സ്ഥലം മേടിച്ച് അവിടെ ബിൽഡിംഗ് പണിയുന്നുണ്ട്. കുറച്ച് വർഷങ്ങളായി പണിയാൻ തുടങ്ങിയിട്ട്. ഇതുവരെ ഒന്നും അല്ല. ആദ്യമേ പുള്ളി പറഞ്ഞ ആർട്സ് കോളേജ് പണിയാന്ന് പറഞ്ഞു. തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു ഇന്നത്തെ കാലത്ത് കുട്ടികളൊന്നും കിട്ടത്തില്ല, അവരെല്ലാം പല വഴിക്കും അങ്ങ് പോകത്തേ ഉള്ളൂ. ശരി. അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ BSc നേഴ്സിംഗ് തുടങ്ങാമെന്ന് പറഞ്ഞു. BSc നേഴ്സിംഗ് നടക്കണമെങ്കിൽ അവിടെ ഹോസ്റ്റൽ വേണം. പിന്നെ ആ പരിപാടി കളഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞു ഓൾഡ് ഏജ് ഹോം പണിയാന്ന് പറഞ്ഞു. അതും തുടങ്ങിയില്ല. ഇപ്പൊ ഏതാണ്ടിനെ പണിയോ എനിക്കറിയത്തില്ല. പുള്ളിയും പുള്ളിയുടെ മക്കളാണ് അതിന്റെ കോൺട്രാക്ട് ഒക്കെ ചെയ്യുന്നത്. രണ്ടുപേരും അല്ല, ഒത്തിരി പേരൊന്നും ഇല്ല, 2, 3, 4 പേര് വെച്ചോണ്ട് ഇത്രയും ബിൽഡിങ് പണിയുന്നത്. പിന്നെ സമുദായത്തിന്റെ തന്നെ ആണെങ്കിലും ചിങ്ങവനത്തിൽ നിൽക്കുന്ന നമ്മുടെ സേവരസ് തിരുമേനിരിക്കുന്ന ഭാഗത്ത് വലിയ വലിയ മരങ്ങൾ മുഴുവൻ വെച്ചു. ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഒരു തോട്ടമുണ്ട്, ആ തോട്ടത്തിലെ മരങ്ങൾ മുഴുവൻ വിറ്റു. വലിയ വലിയ മരങ്ങൾ വിൽക്കുക. ഇതിന്റെയൊക്കെ കണക്കാരെയായി ബോധിപ്പിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലായിരുന്നു, ഞങ്ങളുടെ ചിങ്ങവനത്തെ പിന്നെ ഓവറയിൽ ഒരു ഫാർമസി ഉണ്ട്. ആ ഫാർമസി എല്ലാം പണയപ്പെടുത്തി പുള്ളി പൈസ എടുത്തെന്നാണ് പറയുന്നത്, കോടികൾ. ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല എന്തായി തീരുമെന്ന് അവസാനം. ഇത് എനിക്കറിയത്തില്ല. ഈ പുള്ളിക്കാരൻ്റെ ഈ അവസ്ഥ. പിന്നെ അതിന്റെ സെക്രട്ടറിയുടെ ഭാഗത്തിന് പോകുമ്പോഴോ സ്ഥാനം പോയത് പുള്ളിക്കല്ലേ പോയത്, നഷ്ടപ്പെട്ടത് പുള്ളിക്കല്ലേ. പുള്ളി ആകുന്ന പത്രിക ബാബ, നീ തിരിച്ചു വാ, നീ മാനസാന്തരപ്പെട്ട് തിരിച്ചു വാ. നിന്നെ ഭരിക്കുന്നത് ഡെവിൾ സ്പിരിറ്റ്സ് ആണ് നിന്നെ ഭരിക്കുന്നത്. നീ ഇതെല്ലാം വിട്ടിട്ട് നീ വരാൻ പറഞ്ഞിട്ടും പുള്ളി ഇവിടെ വരുമ്പോ സെക്രട്ടറി കണ്ടുട്ടി കാണിക്കുക. അന്നേരം പേടിയാ. ഒരു ചങ്കുറപ്പില്ല, തൻ്റെ ഇടമില്ല. അതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ. ക്ലിമിസ് തിരുമേനിയെ പോലല്ല. ക്ലിമിസ് തിരുമേനിയാണ് ആ പഠിക്കാൻ കേട്ടത്തില്ലായിരുന്നു ഒരു മനുഷ്യനെ. നല്ല തൻ്റെടിയായിരുന്നു. ഇതിന് പുള്ളിക്കാരനുള്ള യാതൊരു തൻ്റെടവും ഇല്ല. അതാ പറ്റിയ കുഴപ്പം. ഞങ്ങൾ അന്യോന്യം പറയുന്ന ഒരു സംഗതി ഇതാണ്, ഈ പുള്ളി എന്തോ ബ്ലാക്ക്മെയിലിംഗ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ പുള്ളിക്ക് ഇത്രയും പേടിയെന്നാണ് ഞങ്ങൾ പറയുന്നത്. എന്തോ ചതിവിൽ പിടിച്ചിടണമെന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ കാണുമായിരിക്കാം, നമുക്കറിയത്തില്ല. സെക്രട്ടറിയുടെ കയ്യിലെ കളിപ്പാവയാണോ ഈ സെക്രട്ടറിയുടെ കയ്യിലെ കളിപ്പാവയാണ്. പിന്നെ ഒരു അതിനകത്തൊരു അച്ഛനുണ്ട്, ഒരു അച്ഛനും കൊള്ളുമല്ലാത്ത, വർത്താനം പറയാൻ അറിയാൻ മേലാത്ത ഒരു യൂസ്ലെസ് ഒരു അച്ഛൻ. അതങ്ങനത്തെ ഒരു ഈ പുള്ളിയും കൂടെ ഇവരെല്ലാം കൂടെ കൂടി പുള്ളിയെ വരെ നിർത്തിയിരിക്കുക. അതിനകത്തെ കമ്മിറ്റിയിൽ തന്നെ ഉള്ള ഒരാളുണ്ട്, ഒരു ഓവറോൾ ഉള്ളൊരുത്തനാ. ഇവനെല്ലാം എനിക്കറിയത്തില്ല, ഇവനെയൊക്കെ എവിടുന്ന് കിട്ടിയെന്നറിയത്തില്ല.
നമ്മളൊക്കെ വലിയ പുള്ളിയോട് വളരെ സ്നേഹിച്ച് നിന്ന് പുള്ളിയെ വാഴിക്കാൻ നേരത്തെ ഞങ്ങൾ പോയതാണ്. ഞാൻ ഒത്തിരി നല്ല കാര്യങ്ങൾ പുള്ളിക്ക് പറഞ്ഞു കൊടുത്തു. എൻ്റെ ചേട്ടൻ പറഞ്ഞു കൊടുത്തു, അനിയൻ പറഞ്ഞു കൊടുത്തു. എൻ്റെ അനിയനാണ് അവർക്ക് കാണാൻ പാടില്ലാത്തത് ഈ ഘരാന അസോസിയേഷൻ. പുള്ളി എല്ലാവരും അറിയപ്പെടുന്ന കാവാലൻ രാജു എന്നാണ്. കാവാലം, ഞങ്ങൾ കാവാലംകാരാ. കാവാലൻ രാജു എന്നാണ് പുള്ളി അറിയപ്പെടുന്നത്. പുള്ളി എഴുന്നേറ്റ് നല്ല സുന്ദരമായിട്ട് ചോദിക്കും. അവനെ തങ്ങനെയോ ഈ ടി ഒ എബ്രഹാമിന് ഒരുത്തനെയും പേടിയില്ല അവന്. അത് ചോദിക്കുന്നതുകൊണ്ട് അവനെ അസോസിയേഷനിൽ നിന്ന് മുടക്കിയവർ. അതിന് കേസിന് പോയിരിക്കവൻ. ഈ മുടക്കുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്നാ മുടക്കാനുള്ള കാര്യം? ഒരു പള്ളിയിൽ നിന്ന് ജയിച്ചവനെ ഈ ഘരാന അസോസിയേഷൻ തുടങ്ങിയ കാലം മുതൽ പുള്ളി അസോസിയേഷൻ മെമ്പറാണ്. ഇപ്പോഴും കാവാലം പള്ളിയിലെ അസോസിയേഷൻ ഇതാണ്, സെക്രട്ടറിയാണ്. അസോസിയേഷൻ ഉണ്ട്, അവിടെ പള്ളിയിലെ സെക്രട്ടറിയാണ്. ആ പള്ളി പണിതാവാനാണ്. ഒരു നയാ പൈസ ഒരുത്തിൻ്റെ നിന്നും പോക്കറ്റിൽ നിന്നും വാങ്ങിക്കത്തില്ല. വളരെ ഡീസൻ്റ് ആയിട്ട് ചെയ്യുന്നത്. എന്നിട്ട് അവർക്ക് അവനെ കാണാൻ പാടില്ല. കാരണം പക്ഷെ അവൻ ഒരുത്തരെയും ഭാവത്തില്ല, ഒരുത്തരെയും കൂസത്തില്ല. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ നടക്കുന്നത്. ഇപ്പം ഒരു വഴി പിണറായി വിജയന്റെ പോലെ ഒരിതാണ്. അതായത് ഞാൻ പറയുന്ന വശം ശരിയാണല്ലോ, ഞാൻ പിടിക്കുന്ന വശം ജയിക്കണം എന്നുള്ളൊരു ചിന്തയാണ്. ഈ സെക്രട്ടറിക്ക് ആദ്യത്തെ തവണ ഉണ്ടായിരുന്നത് ആരും അറിഞ്ഞില്ല. അന്ന് എല്ലാവരും കൂടെ കൂടി അത് മുറിക്കകത്തുണ്ടായിരുന്ന പറയുന്നത് 2-3 പേര്. അതുപോലെ എൻ്റെ അനിയനോട് പറഞ്ഞു, ഇവിടെ കിടന്നോ വെച്ച് ബഹളം വെക്കരുത്, ഇവിടുന്ന് പുറത്തിറക്കി വിടുമെന്ന്. എന്നാൽ ഈ സേവോരുമായിട്ട് ഭയങ്കര സ്നേഹമായിരുന്നു. പുള്ളി ആക്കാൻ നേരത്തെ എൻ്റെ അനിയൻ ഒത്തിരി ഓടി നടന്ന് ഇതെല്ലാം മേടിച്ച് പുള്ളിക്കാരൻ ഇവിടുന്ന് രായ്ക്ക് രാമാൻ ഇവിടുന്ന് കടത്തിയതല്ലേ. അതായത് എയർപോർട്ടിലോട്ട് കൊണ്ട് വിട്ട് അവിടെ നേരെ ബഹറിന് ചെന്നിയാണ്. ഇവിടെ ഒന്നും വല്ല സ്റ്റേ ഓർഡറോ വല്ലതും വന്നെങ്കിലോ എന്ന് വിചാരിച്ച് നേരെ ചാടി പോയതാണ്. പക്ഷേ പോയ വഴിക്കാണ് എൻ്റെ അടൂരിൽ നിന്നങ്ങാണ്ടെന്ന് അതിൻ്റെ ഓർഡറെ വിളിപ്പിച്ച് കടയൊക്കെ തുറപ്പിച്ച് പുള്ളിക്ക് പാൻറ്റും ഷർട്ടും മറ്റൊന്നും മറിച്ചൊക്കെ മേടിച്ച് അവിടെ നിന്ന് പോയതാണ്. അതിന് ഇടയ്ക്ക് ഞങ്ങളുടെ ഒരു 5-6 അച്ഛന്മാരവിടെ ഇത് നടന്നിട്ട് അവിടെ ഗേറ്റ് എല്ലാവരും പൂട്ടി. ഈ ടി ഒ എബ്രഹാം പുള്ളിക്ക് എതിരായിട്ടുള്ളവരവിടെ പ്രാർത്ഥന നടത്താൻ പുള്ളി സമ്മതിച്ചില്ല. അതിന് ഒരു ഗുണ്ട ടൈപ്പായി. ഈ കോട്ടയത്തെ വിൻസർ കാസിൽ ഹോട്ടല് ഇദ്ദേഹത്തിന്റെ അനിയന്റെ ഒക്കെ ആയിരുന്നു. ഒത്തിരി വർഷം അവരുമായിട്ട് കേസ് കളിച്ച് അവസാനം പുള്ളിക്ക് അവനകത്തൊന്നും ഇല്ലാതെ അനിയന്റെ ടി ഒ ഏലിയാസിന്റെ അല്ലേ ഇപ്പൊ അത്. ടി ഒ ഏലിയാസ് നേരത്തെ സെക്രട്ടറി ആയിരുന്നു. അപ്പൊ പുള്ളിയാണ് നടന്നത്. ഇദ്ദേഹം ഇപ്പം ഇവിടുന്ന് അവിടെ നിന്ന് വിട്ടു. എന്നാലും അവർക്ക് വീതമുണ്ട്. ചങ്ങനാശ്ശേരിയിലേക്ക് ഒരു 3-4 ബ്രദേഴ്സാണ് അവര്. ഈ പുള്ളി ഒരു പുള്ളിക്ക് കേസ് നടത്താൻ അറിയാം. ഈ കേസ് നടത്തിയിട്ട് നല്ല പരിചയമാണ് പുള്ളിക്ക്. ഞാനെന്നാ ക്ലിയർ ചെയ്യാന്ന് വിചാരിച്ച് വിളിച്ച പക്ക പുള്ളി ചിങ്ങവനത്താണ് ഇരിക്കുന്നത്. ചിങ്ങവനത്താണ് സെമിനാരി. ചിങ്ങവനത്ത് പുള്ളിയുടെ വീടും ഈ സെമിനാരിയുടെ തൊട്ടടുത്ത് തന്നെയാണ്. സേവൂർ സിനിമേനയുടെ ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. പുള്ളി ഒരു പാവാണ്. പുള്ളിയെ ഇതുപോലെ ആക്കിയെടുത്തത് ഇവര്. പുള്ളി വെറും ശുദ്ധനാണ് കേട്ടോ പുള്ളി. പക്ഷെ പുള്ളിക്കാരനെ ഇങ്ങനെ ആക്കിയെടുത്തത് ഇവന്മാര്. എന്ത് ചെയ്യാനാ? എന്താ ഈ യുവന്മാരെ എല്ലാവർക്കും ഇപ്പൊ അതായത് എന്ത് ചെയ്യാൻ അവർക്ക്? അതായത് ഈ ടി ഒ എബ്രഹാം പള്ളികളിലെ ഏറ്റവും വീക്ക്നെസ് ആയിട്ടുള്ള ആൾക്കാരെയും പാവങ്ങളെയും പിടിച്ച് എല്ലാ അസോസിയേഷൻ നിർത്തി. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഒരു കുപ്പി കള്ള് കൊടുത്താൽ ജവാനെ കൊടുത്താൽ അന്ന് കിട്ടുമായിരുന്നു ഇവരെ ഒരു 500 രൂപയും കൂടെ കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പം ഞങ്ങളുടെ കൂട്ടരെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് തണ്ണി അടിക്കുന്ന ആൾക്കാരാണ് ഘനാനക്കാര്. അപ്പോൾ ഒരു കുപ്പി കള്ള് അവിടെ വെച്ച് ഒരു 10,000 രൂപയുടെ വെച്ചാൽ ഞങ്ങളുടെ ആളുകളാണ് ആ കുപ്പി എടുക്കത്തേ ഉള്ളൂ. 10,000 രൂപയുടെ വെക്കും. അങ്ങനത്തെ ഈ പാവങ്ങളെല്ലാം പിടിച്ച് അവരെല്ലാം ഇവന് സൈഡാണ്. അതാണ് പറ്റിയ കുഴപ്പം. അതൊക്കെ അവൻ ബുദ്ധിപൂർവ്വം ചെയ്തതാണ്. അതുകൊണ്ടിപ്പം അവർക്ക് നല്ല ഭൂരിപക്ഷമുണ്ട്. അതുകൊണ്ടല്ലേ കുഴപ്പം. ബുദ്ധിയുള്ളവരും വിദ്യാഭ്യാസം അറിവുള്ളവരൊന്നും അവരോട് നിൽക്കത്തില്ല. കുറിച്ചിലൊന്നുമില്ല. കുറിച്ച് ഒരു ചെറിയ സ്ഥലം ഇതിനോട് ചേർന്ന് കുറിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് തുരുത്തി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ചങ്ങനാശ്ശേരി അങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ചിങ്ങവനം പെരിയൂരെന്ന് പറയണമെന്നാണോ ആവശ്യപ്പെടുന്നത്? പുള്ളി പക്ക ചിങ്ങവനമാണ്. ചിങ്ങവനത്താണ് സെമിനാരി ഇരിക്കുന്നത്. കുറിച്ച് ചിങ്ങവനം പെരിയൂർ എന്ന് വേണേ പറഞ്ഞത് ഏറ്റവും നല്ലതാണ്. കുറിച്ചി പെരിയൂർ എന്ന് പറഞ്ഞാൽ കുറിച്ചിക്ക് അവിടെ സ്ഥാനവും ഇല്ല ആളുകൾക്കാർക്കും ഞങ്ങളുടെ ഘനാനക്കാർക്ക്. അവിടെ അമേരിക്കയിലുള്ള ഈ സിൽവാനോസ് തിരുമേനിയുണ്ട്. സിൽവാനോസ് തിരുമേനി കുറിച്ച് വന്നൊരു ചെറിയൊരു ഒരു ഓർത്തഡോക്സാരുടെ ഒരു വീടും മേടിച്ചു. അവിടെ പുള്ളി അവിടെ ഇരിപ്പുണ്ട്. പുള്ളിയുടെ സഹോദരന്മാർ അടുത്തുണ്ടായിരുന്നു. ഇവരെല്ലാം മലബാറിലാണ്. സിൽവാനോ അവിടെ ഒത്തിരി സ്ഥലമൊക്കെ ഉണ്ട് അവർക്കവിടെ. സെന്റ് മേരീസ് ഗ്രൂപ്പാണ് അവര് തിരുവല്ലയിലെ. അതായത് ഇവരുമൊക്കെ അതെ നമ്മുടെ ടി ഒ എബ്രഹാം ടി ഒയിലെ വിൻസർ കാസിൽ ഹോട്ടലിലേക്ക് അവര് തിരുവല്ലയിൽ നിന്ന് ഇച്ചിരി റാന്നിക്ക് പോണ വഴിക്കാണ്. ഇവര് സെന്റ് മേരീസ് ഗ്രൂപ്പ്, അത് വേറൊരു ഗ്രൂപ്പാണ്. ഇത്ര പൈസക്കാർ പാർട്ടികളൊക്കെയാണ്. നമ്മുടെ ഈ സിൽവാനോസ് തിരുമേനി അമേരിക്കയിലുള്ള. ഞങ്ങൾ എന്നാ പറഞ്ഞാൽ അന്ത്യോക്യ വിട്ടൊരു പരിപാടി നമുക്കില്ല. ഏതായാലും ജനിച്ച കാലം പോലെ അങ്ങനെ നിന്നു. അന്ത്യോക്യ വിശ്വാസത്തിൽ നിന്നു മരണം വരെ ഇതിനകത്ത് തന്നെ നിൽക്കും. എന്തൊക്കെ വന്നാലും
ഈ 10 പേരുണ്ടെന്ന് പറഞ്ഞാലും അത്രേ ഉള്ളൂ. അല്ല, ഇവരിപ്പോ നോക്കുന്നത് ഈ നമ്മുടെ കഞ്ഞിക്കുഴി മൂപ്പന്റെ സഹായത്തോടെ അവിടെ അതിന്റെ കൂട്ടിക്കൊട്ട കെട്ടാനുള്ള പരിപാടിയിൽ എത്തി പറഞ്ഞ ആള് കാണിച്ചുകൊണ്ട് നടക്കുന്നത്. കുറച്ചാൾ കാണിച്ചു. ഞങ്ങൾക്ക് വലിയൊരു സംശയമുണ്ട്. അതായത് ഈ 2 പേർക്കും ഒരു നല്ലൊരു എമൗണ്ട് കൊടുത്തിടണമെന്ന് എങ്ങനെങ്കിലും കറക്കി തിരിച്ച് ഇതിനകത്ത് കൊണ്ടുവരാൻ. എന്നാലല്ല പുള്ളിക്കൊരു ബലം കിട്ടത്തുള്ളൂ. പുള്ളിക്ക് മൂപ്പന്മാരാരും ഇല്ല. ഇപ്പം നമ്മുടെ കഞ്ഞിക്കുഴി മൂപ്പന് മുകളിൽ ആരെങ്കിലും ഉണ്ടോ ചോദിക്കാൻ എന്ന് പറഞ്ഞാൽ ഈ പുള്ളിയും കൂടെ അങ്ങോട്ട് എന്നാ പല മോഹങ്ങളൊക്കെ പറഞ്ഞാണ് നീ എന്തിനാ അവരുടെ കൂടെ പോകണം, ഇവിടെ നിന്നോ ഒറ്റയ്ക്ക് എന്നാൽ ഞങ്ങളുടെ ആളുകളൊന്നും ഈ പുള്ളിയോടെ എല്ലാവരും ഒന്നും അത് കഴിഞ്ഞ് അങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ ആരും പോകത്തില്ല, തിരിച്ചു പോരും. ഇത് പുള്ളിയുടെ നാശത്തിലേക്ക് പോകുന്ന പുള്ളി തെരഞ്ഞെടുത്തൊരു വഴിയായത്. ഈ അട്ടിമറി നടത്താനായിട്ടും ഈ ശരിക്കും ഈ ഫോട്ടോ കത്തിക്കുകയൊക്കെ ചെയ്ത് ആര് പണം കൊടുത്ത് ആരെ കൊണ്ട് ജയിച്ചായിരിക്കും ഇത്? ആ ഫോട്ടോ കൊടുത്ത് പിന്നെ കത്തിച്ചത് തന്നെയല്ല, നിലത്തിട്ട് ഞങ്ങളുടെ ആൾക്കാർ തന്നെയാണ് നിലത്തിട്ട് അത് ചവിട്ടി നിലത്തിട്ട്. ഇന്നലെ എനിക്ക് തോന്നുന്നു സുനിൽ അത് കാണിക്കുന്നുണ്ടല്ലോ. ഞാൻ 75 വയസ്സുള്ളൊരു മനുഷ്യനാണ് കേട്ടോ. സേവേഴ്സ് ആ കാർപോച്ചിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഇത് കണ്ടോണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ കൂട്ടത്തിൽ സെക്രട്ടറി ഇപ്പോൾ വേറെ ഉണ്ടെന്നവരുണ്ട്. പുള്ളി ആരെങ്കിലും സെക്രട്ടറിയോ ആരെങ്കിലും നോ ഫോട്ടോ ചവിട്ടാൻ പാടില്ല. ഞാൻ എപ്പോഴും പറയുമല്ലോ, ഈ പാത്രിക്കേസ് ബാവയുടെ ഫോട്ടോ കഞ്ഞിക്കുഴിയിലെ ഒരു ഓർത്തഡോക്സുകാരൻ ഒരിക്കലും ചവിട്ടത്തില്ല. ഒരിക്കലും ഒരു ഓർത്തഡോക്സുകാരൻ ചവിട്ടത്തില്ല. ഈ പാത്രിക്കേസുകാരെ ചവിട്ടത്തില്ല. ഈ ചവിട്ടിയത് ക്നാനായക്കാർ തന്നെയാണ് ചവിട്ടിയത്, വേറെ ആരുമല്ല. ആ ഫോട്ടോ ഇട്ടുകൊണ്ട് ചവിട്ടി ഫോട്ടോ കത്തിച്ചു. അവർ 2-3 എണ്ണത്തിന് കത്തിച്ചതിൻ്റെ ഒക്കെ 2-3 എണ്ണം അനുഭവം കിട്ടുകയും ചെയ്തു അവർക്കില്ല. എന്നാ പറഞ്ഞാലും മോശമല്ല. ഈവൻ ഈ പറയുന്ന ഞാൻ പോലും കഞ്ഞിക്കുഴി തിരുമേനിയുടെ ഒരു ഫോട്ടോ ഇട്ടാൽ ഞാൻ ചവിട്ടത്തില്ല, കത്തിക്കത്തില്ല, യാതൊന്നും ചെയ്യത്തില്ല. കാരണം അവരൊക്കെ ഒരു പോസ്റ്റിലിരിക്കുന്ന നമ്മൾ അതൊക്കെ ചെയ്യാന്ന് പറയുന്നത് തെറ്റാണ്. നമ്മൾ നല്ലവരാണോ എല്ലാം കൊണ്ടും? അല്ല. അപ്പൊ നമ്മളിലും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ അതൊക്കെ ചെയ്യുന്നത് ശരിയാണോ? പണം എല്ലാവരും എല്ലാവരും എന്തോണം അങ്ങ് സ്പിരിറ്റ് അങ്ങ് മൂത്ത് അങ്ങ് ചെയ്തത്, അല്ലാതെ പണത്തിന്റെ ഇതിലൊന്നും അല്ല. ഈ കഞ്ഞിക്കുഴി മൂപ്പനെ ക്ലിമിൽ സിനിമേനെ അകത്ത് പോലും കയറ്റാഞ്ഞ സ്ഥലത്ത് പുള്ളിക്കാരൻ വിളിച്ചൊരു ദിവസം ചാപ്പാട് അടിപൊളി ചാപ്പാട് കൊടുത്തിട്ട് പറയാ, ഇതുവഴി പോയപ്പോ പുള്ളിക്കാരന് ബാത്റൂമിൽ പോകണമെന്ന് തോന്നി, അതിന് കയറി വന്നതാണ്. കയറി വന്നപ്പോഴത്തേക്ക് പിന്നെ ചാപ്പാട് കൊടുത്തതാണ്. ഇതൊക്കെ നമ്മളെ അവിടെ വേറെ വല്ല മണ്ടന്മാരോട് വേണ്ടേ പറയാൻ? ആർക്ക് ചാപ്പാട് കൊടുത്തു? ഈ കഞ്ഞിക്കുഴിക്ക് ഭയങ്കര ചാപ്പാട് കൊടുത്തു, വലിയ പാർട്ടി കൊടുത്തു. അതിനകത്ത് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? എന്നിട്ട് പാത്രിക്കേസ് ബാബ വന്നിരുന്ന കസേരന്ന് സേവേഴ്സിന് മാറി അപ്പുറത്തേക്ക് പാത്രിക്കേസ് ബാബയുടെ കസേര കയറി പുള്ളിയായിരുന്നത്. ഇപ്പം കസേരയെല്ലാം ഉണ്ട്. പുള്ളി വന്നപ്പോഴത്തേക്ക് അങ്ങ് എഴുന്നേറ്റ് മാറിക്കൊടുത്താ. എന്നാൽ തന്നെ അവിടെ കയറാത്തത് ഈ പുള്ളിക്കേറ്റ് ഇത്രയും വലിയ ചാപ്പാട് കൊടുക്കണം. എന്നിട്ട് പറയാ, ഇതുവഴി പോയപ്പോൾ പുള്ളിക്ക് ബാത്റൂമിൽ പോകണമെന്ന് തോന്നുന്നു, അതിന് കയറിയപ്പോഴത്തേക്ക് ചാപ്പാട് കൊടുത്തു. ഇവരെല്ലാം ഒറ്റക്കെട്ടാന്ന്. നമ്മൾ ഈ കഴുതകൾ നമ്മളാണ് വെറും മണ്ടന്മാര്. ഇവരെല്ലാം സ്തുതിച്ചുകൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് നമുക്കെല്ലാം വരുന്ന കുഴപ്പം. നമുക്ക് ആ ഒരു വിശ്വാസം പോവുക ഇവരുടെയൊക്കെ പ്രവൃത്തികൾ. കാരണം ഇവരൊക്കെ ആത്മീയമായിട്ട് പറഞ്ഞ ഇവര് തമ്മിൽ സ്നേഹിക്കുന്നില്ല. ഇപ്പം ഞങ്ങൾക്ക് 4 പേരിലുള്ളൂ. ആ 4 പേരും തമ്മിൽ സ്നേഹമില്ലാത്ത എന്താ? പിന്നെന്തിനാ അവരാദ്യമേ സ്നേഹിച്ചു കണ്ടിട്ട് അപ്പം ഞങ്ങളും സ്നേഹിക്കും. അത് ഞങ്ങളെപ്പോഴും പറയും, നിങ്ങൾ സ്നേഹിച്ചാണ് 4 പേരും കൂടെ മോളെ വന്നേക്ക് കൈകോർത്ത് നിൽക്കും, ഞങ്ങളെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാം. ഈ സുല്ല ഇവര് ഇടയ്ക്ക് ഇപ്പം 2 തവണ ലണ്ടനിൽ പോയി പുള്ളിക്കാരനെ അവിടുത്തെ പള്ളികളിലൊക്കെ കസേരയിൽ ഇരുത്തി എല്ലാവരും കൂടെ പുള്ളിയെ പൊക്കിക്കൊണ്ട് ഡാൻസ് ചെയ്യുന്നത് വളരെ തെറ്റല്ലേ? അതിന് സേവേഴ്സ് സമ്മതിക്കില്ലല്ലോ. നോ ഞാൻ അങ്ങനെ ഇരിക്കത്തില്ല, എന്നെ അങ്ങനെ എടുക്കരുത്. ക്ലിമിസിരിമേനെയായിരുന്നു ഓടിച്ചന്. ആ പുള്ളിക്കാരൻ അങ്ങനെ ഇരിക്കാവോ? 2 തവണ ഇരുന്ന് പെണ്ണുങ്ങളൊക്കെ നട വിളിക്കുക. ഞങ്ങൾക്ക് കല്യാണത്തിനൊക്കെ ഒരു നടവിളി എന്ന് പറയുന്നൊരു ആചാരമുണ്ട്. പള്ളികളിലെല്ലാം കല്യാണം കഴിഞ്ഞുകൊണ്ട് നട വിളിക്കും. പുള്ളി ഒരു തൊട്ട് നട വിളിക്കുക. അതൊക്കെ വളരെ മോശമല്ലേ? പുള്ളി എന്തിനാ അങ്ങനെ പൊക്കുന്നത്? പുള്ളി ഒരു തിരുമേനിയല്ലേ? അതിന് ആക്സിയോസ് ചെല്ലുന്ന സമയത്ത് ആ കസേര പൊക്കുന്നത്. പിന്നെ മരിച്ചു കഴിഞ്ഞിട്ട് അച്ഛന്മാരെയും തിരുമേനിയാരെയും എല്ലാം കസേര പൊക്കത്തില്ലേ നമ്മൾ എന്ന് പറഞ്ഞ പോലെ ചെയ്യേണ്ടത്. ഈ പുള്ളി എന്തിനാ? പുള്ളി ഒരു തിരുമേനിയല്ലേ? പിന്നെ 2 പേരുടെ അമേരിക്കയിൽ പോയി ഭയങ്കരമായിട്ട് പിരിവ് നടത്തി, ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കി. ഇതെല്ലാം ഈ കേസ് കളിക്കാൻ വേണ്ടി കളയുന്ന. പുള്ളിയെപ്പറ്റി കംപ്ലൈന്റ് ഉണ്ട്, അങ്ങനെയൊക്കെ ഓരോരുത്തർ പറയുന്നത്. പക്ഷെ ആരും തുറന്നു പറയുന്ന, എല്ലാവർക്കും പേടിയ നാണം. ഞാനൊരു സ്ത്രീ ആണെങ്കിൽ എന്നെ പിടിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ എന്താ? പിന്നെ നമ്മളങ്ങ് ചീപ്പാകത്തില്ലേ? പള്ളിയിൽ ചെന്നാൽ എല്ലാവരും നമ്മളെ നോക്കും. അല്ല ഇന്നാലും പറയും, എന്നാലും അവൾ അത്രക്കാരത്തിയാ, അവൾ എന്നാലും ശരിയല്ല എന്നൊക്കെ കുറേ 10 കമന്റ് അടിക്കത്തില്ലേ ഒരു ഇതില്. അതുകൊണ്ടായിരിക്കാം പലരും മിണ്ടുന്നില്ല. നമുക്ക് പിന്നെ അതിനെപ്പറ്റി ഞാൻ ഒരിക്കലും ഞാനത് നമുക്ക് അനുഭവം ഇല്ലാത്തതുകൊണ്ട് പറയത്തില്ല. നമ്മുടെ ആരെങ്കിലാണ് ഓക്കെ. പുള്ളിയെപ്പറ്റി അങ്ങനെയും കേൾക്കുന്നുണ്ട്, ഈ തങ്കനെ പറ്റിയും കേൾക്കാറുണ്ട്. ഇപ്പോഴും പിന്നെ പുള്ളിക്ക് സപ്പോർട്ടുണ്ട്. ഇപ്പൊ വാശി വരാൻ കാര്യം എന്നാന്ന് ചോദിച്ചാല്
ഇപ്പം പിന്നെ വേണ്ട പുള്ളിയെ വിളിച്ചില്ല. അവിടെ ചെന്ന് അവിടെ പിന്നെ സ്ത്രീ സമാജം ഉണ്ടായിരുന്നു. വനിതാ സമാജത്തിന് വന്നപ്പോഴത്തേക്ക് പുള്ളി അങ്ങോട്ട് എന്നെ മാത്രം വിളിച്ചില്ല. ഞാൻ അന്ത്യോക്കയുടെ സൈഡാണ്, എന്നെ മാത്രം വിളിച്ചില്ല. അപ്പൊ അവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങളെല്ലാം കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലൊരു പ്രയാസം ഒന്നുമില്ല. കണ്ടോ, നമ്മുടെ തിരുമേനിയെ വിളിച്ചില്ല. പുള്ളിയുടെ കയ്യിലിരിപ്പുണ്ടല്ലേ വിളിക്കാൻ ഞാൻ പറ. അല്ലെങ്കിൽ അവിടെ മറ്റേ ഇതിനു മുമ്പിലത്തെ കാതിലേക്ക് ബാവയുടെ ചടങ്ങിനൊന്നും പുള്ളിയെ വിളിച്ചില്ലല്ലോ. എല്ലാം കാരണക്കാരൻ പുള്ളി തന്നെ സ്വയം കുഴി തോണ്ടിയതില്ലേ. ചിങ്ങവനം പെരിവരായി അങ്ങ് ചുരുങ്ങിപ്പോയില്ലേ ഇതോടുകൂടി? ഇതൊരു വലിയൊരു പാടവാ. ഇപ്പം വിളിച്ച പിന്നെ സുന്നകദോസ് കൂടി അതിനകത്തും വിളിച്ചില്ല, തീർന്നില്ലേ. ഈ പുള്ളിയുടെ മാത്രമല്ലേ കൂടാതിരുന്നത്. ഇത് ഇന്ന് നമ്മുടെ ഗ്രിഗോറിയസ് തിരുമേനെ വാഴിച്ചപ്പോൾ ആ മതബഹായിക്കകത്ത് അവരുടെ കൂട്ടത്തിൽ നിൽക്കേണ്ടതാണ് സേവ്യറിയസ് തിരുമേനി. കാരണം ജ്ഞാന സമുദായത്തിന്റെ ആർച്ച് ബിഷപ്പാണ്, ഒന്നാമനാണ്. പുള്ളിക്കാരൻ മുന്നിലിരിക്കേണ്ടത് അറിയോ? ആ പുള്ളി തന്നെയല്ലേ നശിപ്പിച്ചത്. എന്ത് ക്രൈസ്തവ മൂല്യം അതിനകത്തുള്ളതെന്ന് പറഞ്ഞ് ഈ പിന്നെ കഞ്ഞിക്കുഴിയിലെ തിരുമേനി മിടുക്കനായിരുന്നു. അവിടെ ഇരുന്നവർ മിടുക്കരാണ്. നിങ്ങളുടെ പള്ളിയിൽ എത്ര പേരുണ്ട്? 500 പേര്. ശരി, 400 പേര് അതിനകത്ത് പത്രികസാരണം. അവർക്ക് ആ പള്ളിയോട് ആ 100 പേർക്ക് അപ്പുറത്തോട് വേറൊരു പള്ളി വെച്ചുകൂട്, അല്ലെങ്കിൽ അവർക്ക് പള്ളി വെക്കാണ്ട് സ്ഥലം കൊടു. ആ പ്രശ്നം തരുന്നില്ലേ? മലബാറിലെല്ലാം അങ്ങനെ ചെയ്ത് കേട്ടോ. മലബാർ മുഴുവൻ അങ്ങനെ ചെയ്ത് എനിക്കറിയാം. അത് കഴിഞ്ഞ് വേറൊരു പള്ളിയിൽ 400 പേര് പിന്നെ ഓർത്തഡോക്സും 100 പേര് പാത്രികസ് ആണെങ്കിൽ ആ പാത്രികസാരെ അവിടെ നിന്ന് മാറ്റിയിട്ട് അവർക്കൊരു പള്ളി വെച്ചോട്. അപ്പൊ ആ പ്രശ്നം തീർന്നില്ലേ? ഈ പള്ളി പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്ത് ക്രിസ്തീയത. ഇവരിങ്ങനെയാണോ കാണിച്ചു തരേണ്ടത്? നമുക്കൊക്കെ മാതൃക കാണിച്ചു തരേണ്ട ആളുകളാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. നോയമ്പ് എടുക്കണം, ഉപവസിക്കണം, പ്രാർത്ഥിക്കണമെന്ന് ഇത്രയും പിറപ്പ് പണികൾ കാണിച്ചിട്ട് ഇവർ നിന്ന് പറയുവാണ് യാതൊരു ഉളുപ്പുമില്ലാതെ. നമ്മൾ ഹരിതനോമ്പ് ആചരിക്കണം, പ്രകൃതിയെ മാനിക്കണം. എടാ, കൂടപ്പറപ്പിന്റെ കഴുത്തറുത്ത് എടുക്കാൻ നിൽക്കുന്നവൻ ഇറച്ചിയും മീനും ഉപേക്ഷിച്ച് നോയമ്പ് നോക്കിയിട്ട് എന്താ കാര്യം? അതിനകത്തൊന്നും അല്ല കാര്യം. ഇതിനകത്ത് ബൈബിളിൽ പറയുന്നത് നീ ഭക്ഷിക്കുന്നതിലൊന്നില്ല, അത് മറപ്പുരയിൽ പോകുന്നത്. നിന്റെ ഹൃദയമാണ് ഏറ്റവും വേണ്ട ദൈവത്തിന്, വേറെ ഒന്നുമല്ല. സ്വന്തം സഹോദരനെ ഇതിലെ കിടന്നിട്ട് സ്വന്തം സഹോദരന് അപ്പുറത്ത് കൊടുക്കേണ്ട, അവന് കഞ്ഞി കുടിക്കാൻ വിടത്തില്ല, അവന് കൊടുക്കത്തില്ല. പിന്നെ എന്തിനാ ഞാൻ നോയമ്പ് നോക്കുന്നത്? ഇത്യോപ്രാനും വിദ്യാഭ്യാസവും ഇല്ല, പിന്നെ യാതൊരു കുന്തവും ഇല്ല. ഇതിന്റെ സെക്രട്ടറി ഇപ്പം എനിക്ക് വന്ന പുള്ളി ഇതുകൊണ്ടാണ് ചെലവ് കഴിയുന്നത്. കാരണം ഇതിനകത്ത് നല്ല വരുമാനമല്ല സമുദായത്തിന്റെ. ഇതിന് ആരെ കണക്ക് ബോധിപ്പിക്കാനാണ് നിങ്ങൾക്ക്? അവരെന്തെങ്കിലും ഒരു കണക്ക് കൊണ്ടിട്ട് അവരങ്ങ് പാസ്സാക്കുകയും ചെയ്യും. എതിർപക്ഷികളെ ഒന്നും മിണ്ടിപ്പിക്കത്തില്ല. അതാണ് തന്നെ പാസ്സാക്കിയ ഒരു കാര്യം കഴിഞ്ഞു. അത് ചോദിക്കാൻ തൻ്റെ ഇടമുള്ള ആരുമില്ല. അത് ചോദിക്കണേ എൻ്റെ അരിയൻ എഴുന്നേറ്റ് ചോദിക്കണം. അവൻ നല്ലതായിട്ട് പറയും. വേറെ 2-3 പേരിവിടെ ഉണ്ട്. ബാക്കിയുള്ളവരാരും മിണ്ടത്തില്ല. പേടി. എന്തിനാ നമ്മളെന്തിനാ വഴക്കുണ്ടാക്കുന്നത്? ഇങ്ങനെ ഒരു ചിന്താഗതിയാണ്. മനുഷ്യനെന്ന് മനസ്സിലാക്കട്ടെ കുറച്ചൊക്കെ. ഞാൻ എന്നിട്ട് ഇതിലെ കുറെയൊക്കെ ഇങ്ങനെ കാണുന്നൊക്കെ ചിലർക്ക് ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ അയച്ചു കൊടുക്കും. എല്ലാവരും കാണണ്ടെന്ന് വിചാരിക്കും. സത്യം തുറന്നു പോകുമ്പോൾ എല്ലാവർക്കും വേദനിക്കും. സത്യം മൂടി വെക്കുമ്പോഴാണ് എല്ലാം വലിയ മിടുക്കന്മാരായിട്ട് ഇത് നടക്കുന്നത്. സത്യം തുറന്നു പറയുമ്പോൾ എല്ലാവർക്കും വേദന ഉണ്ടാവും. സംഭവിച്ച ഇങ്ങനെയാണല്ലോ എന്നുള്ളത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.